കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായെന്നുള്ളത് സാറിന്റെ ഒപ്പീനിയൻ എന്താണ്? ഇത് പണ്ട് കാലത്ത് എല്ലാവരും ഉത്തരം മുട്ടിക്കാനായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇപ്പൊ എന്നെ മുട്ടിക്കാന്ന് വെച്ചിട്ട് ചോദിക്കുകയായിരിക്കും. പക്ഷെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫൈൻഡിങ് വന്നെന്നാണ് പറയുന്നത്. 300-ൽ പരം മുട്ടകൾ കിടുന്ന കോഴികളുണ്ട്. ഇതിലെന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വെള്ള കളറുള്ള മുട്ടയും ബ്രൗൺ കളറുള്ള മുട്ടയും തമ്മിൽ എന്തെങ്കിലും ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ടോ? പാല് വെജിറ്റേറിയൻ ആണെന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള മുട്ട വെജിറ്റേറിയൻ ആണെന്ന് സമ്മതിക്കേണ്ട വരും. അത് വളരെ ഒരു ഡിബേറ്റ്ഫുൾ ആണ്. നമ്മുടെ പോൾട്രി ഫാമിൽ മെയിനായിട്ട് കോഴി, താറാവ്, കാട, ടർക്കി, ഗിനിക്കോഴി ഇങ്ങനത്തെ സാധനങ്ങളാണ്. ശരി സാർ, ഇപ്പം നമ്മൾ വളരെ കാലങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലും മറ്റും ഓടി നടക്കുന്ന സാധനമാണ് ബ്രോയിലർ കോഴികൾ. ബ്രോയിലർ കോഴികളിലെ ആളുകൾ ആൻറ്റിബയോട്ടിക്സ് ഇഞ്ചെക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഹോർമോൺസ് ഇഞ്ചെക്ട് ചെയ്യുന്നു. ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ? എല്ലാവർക്കും നമസ്കാരം. ഫാറ്റ് മീഡിയയുടെ പുതിയൊരു പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ അതിഥി ഡോക്ടർ ഹരികൃഷ്ണൻ എസ് ആണ്. സാറ് വെറ്റിനറി സർവകലാശാലയിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. അതുപോലെ തന്നെ മണ്ണുത്തി പൗൾട്രി ആൻഡ് ഡക്ക് ഫാമിൻ്റെ തലവനുമാണ്. സാർ സ്വാഗതം. നമസ്കാരം. സാർ, നമ്മൾ ഇന്നത്തെ ഒരു പോഡ്കാസ്റ്റിൽ നമ്മൾ ബേസിക്കലി ഉദ്ദേശിക്കുന്ന വീടുകളിലൊക്കെ മുട്ടക്കോഴി കൃഷി ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഈ കൃഷി ചെയ്യുന്നവർ, അല്ലെങ്കിൽ പുതുതായിട്ട് ഇതൊരു സംരംഭമായിട്ട് ഇറങ്ങാൻ പോകുന്ന ആളുകൾ, അവരെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു പോഡ്കാസ്റ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം എനിക്ക് ചോദിക്കാനുള്ള ആദ്യത്തെ കാര്യം, നമ്മൾ കാണുന്ന മുട്ട, നമ്മൾ കഴിക്കുന്ന മുട്ടയിൽ നല്ലൊരു ശതമാനവും നമുക്ക് വരുന്നത് തമിഴ്നാട്ടിൽ നിന്നോ കർണാടകയിൽ നിന്നോ ഒക്കെയാണ്. നമ്മളിപ്പോൾ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ലോഡ് കണക്കിന് മുട്ട നമ്മുടെ മാർക്കറ്റിൽ വന്ന് ഇറങ്ങുന്ന നമുക്ക് കാണാം. അതിന് നല്ലൊരു ശതമാനവും നമ്മൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണോ ഈ മുട്ടക്കോഴി വളർത്തൽ? ഇതിലേക്ക് പറയുമ്പോൾ ഞാനൊരു ഹിസ്റ്ററി പറയാം. അതായത് നമുക്ക് ഏകദേശം 1970-80 കാലഘട്ടങ്ങളിൽ നമ്മൾ കേരളം ഒരു മുട്ട മിച്ച സംസ്ഥാനമായിരുന്നു. നമ്മൾ ഒരുപാട് മുട്ട ശ്രീലങ്കയിലേക്കും പാകിസ്ഥാനിലേക്കും ബർമയിലേക്കൊക്കെ അയച്ചൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ചെങ്ങന്നൂർ, മാവേലിക്കര ആ റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നൊക്കെ മുട്ട കയറ്റി പോയിട്ടുണ്ട്. പിന്നെ എപ്പോഴാണ് നമ്മൾ ഈ മാറിയതെന്നും കൂടെ ചിന്തിക്കണം. നമ്മുടെ ഈ ഗൾഫ് അധിനിവേശവും അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കാണ് ഈ പതുക്കെ നമ്മുടെ കൃഷി രീതിയിലൊക്കെ മാറ്റം വന്നു തുടങ്ങിയതും. പിന്നെ ഒരു 2000 കാലഘട്ടം ആയപ്പോഴത്തേക്ക് ഇതൊരു ഇൻഡസ്ട്രി എന്നുള്ള, അന്നൊക്കെ നമ്മളൊരു ബാക്ക് യാർഡ് ഫാമിംഗ് ആയിരുന്നു. അവിടുന്ന് ഒരു ഇൻഡസ്ട്രി രീതിയിലേക്ക് 2000 ഒക്കെ ആയപ്പോൾ വന്നു. ഒരു 2010 ആയപ്പോൾ നമ്മുടെ തൊട്ട് അയൽ സംസ്ഥാനങ്ങളിലായിട്ടുള്ള തമിഴ്നാട്, ആന്ധ്ര, കർണാടക ഇവിടെയൊക്കെ ഹൈ കപ്പാസിറ്റി ഫാമുകൾ വന്നു തുടങ്ങി. അപ്പം നമ്മളെ സംബന്ധിച്ച് ഒരു 100 കോഴി ഉള്ളവനും കർഷകനാണ്. പക്ഷേ കോഴി ഇപ്പോൾ ഒരു വ്യവസായമായിട്ട് മാറി, കോഴി വളർത്തൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അയൽ സംസ്ഥാനങ്ങളിൽ നോക്കുകയാണെങ്കിൽ 1 ലക്ഷം 5 ലക്ഷം ഒക്കെ ഉള്ള കപ്പാസിറ്റി ഫാംസിലേക്ക് ഇത് വന്നു. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ആ ഒരു ഷിഫ്റ്റ് വന്നിട്ട് നമ്മുടെ തൊട്ട് അയൽ സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ ഇതൊരു ഇൻഡസ്ട്രിയൽ വിപ്ലവമായിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ നമുക്കത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണോ? അത് നമുക്ക് ചെയ്യാൻ സാധിക്കും. നമുക്ക് പറയുകയാണെങ്കിൽ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് എളുപ്പത്തിൽ അവിടെയാണ് ലഭ്യമായിട്ടുള്ളത്. അത് മാത്രമല്ല ഇതിന്റെ റോ മെറ്റീരിയൽസ് ആയിട്ടുള്ള ഇതിനെ വളർത്തുന്നതിനാവശ്യമായിട്ടുള്ള തീറ്റ ഉൽപാദനം. അപ്പൊ ഒന്നേന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം ഈ മേഖലയിൽ വേണ്ടി വരും. നമുക്കിവിടെ കുറെ കാലമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാക്ക് യാർഡ് രീതിയിലുള്ള വളർത്തൽ രീതിയാണ്. അപ്പൊ അതാണ് നമ്മുടെ സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അതായത് വീട്ടമ്മമാർക്ക് അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്നവർക്ക് ഒരു അധിക വരുമാനം എന്നുള്ള രീതിയിൽ മുട്ടക്കോഴി വളർത്തുന്നതിനെ സമീപിക്കുന്നതായിരിക്കും. അതെ, നമ്മള് പണ്ട് കാലത്ത് നാടൻ കോഴിയായിരുന്നല്ലോ. പിന്നെ നമ്മളത് ക്രോസ് ബ്രീഡിംഗ് സ്ട്രാറ്റജി കൊണ്ടുവന്നു, വിദേശത്തുനിന്ന് ഉൽപാദന ശേഷി കൂടിയത് കൊണ്ടുവന്നു. അപ്പൊ നമ്മുടെ നാടൻ ഇനങ്ങൾ ക്രോസ് ചെയ്തപ്പോൾ നമുക്ക് ഏകദേശം 200 മുട്ടകളൊക്കെ വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പല ഇനങ്ങളും നമുക്ക് കിട്ടി. അപ്പൊ അത്തരത്തിലുള്ള ഇനങ്ങളെ വെറ്റിനറി സർവകലാശാല തന്നെ രൂപം കൊടുത്തിട്ടുണ്ട്. അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോട്ടുള്ള മൃഗസംരക്ഷണ ഫാമുകളിലേക്ക് അതിന്റെ മാതൃ ഇനങ്ങൾ നമ്മൾ കൊടുക്കും. അത് ഇൻടേൺ അവരവിടുന്ന് കുഞ്ഞുങ്ങളെ എഗർ നഴ്സറികളിലേക്കൊക്കെ കൊടുത്തിട്ട് അങ്ങനെയാണൊരു ബാക്ക് യാർഡ് രീതിയിലുള്ളൊരു മുട്ട വിപ്ലവമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നടപ്പാക്കിയിട്ടുള്ളത്. സാർ, ഇപ്പം ബ്രീഡ്സിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പം ഏതൊക്കെയാണ് ഇപ്പം നോർമലായിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന, യൂണിവേഴ്സിറ്റി റെക്കമെൻഡ് ചെയ്യുന്ന ബ്രീഡ്സ് ഏതൊക്കെയാണ്? നമുക്ക് ബ്രീഡ്സിന്റെ കാര്യം വരുമ്പോൾ നമുക്കിത് മൊത്തത്തിലൊരു 3 തരംതിരിക്കാം. ഒന്ന് ഇൻഡിജിനസ് ബ്രീഡ്, നമ്മുടെ നാടൻ ഇനങ്ങൾ. നാടൻ ഇനങ്ങൾ നമ്മൾ കേരളത്തിന് സ്വന്തമായിട്ടുള്ള തലശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോഴിയുണ്ട്. അത് നാഷണൽ ബ്യൂറോ ഓഫ് ആനിമൽ ജനറ്റിക് റിസോഴ്സസിന് അംഗീകാരവും നേടിയിട്ടുണ്ട്. അതാണ് നമുക്ക് അംഗീകൃതമായിട്ടുള്ള ഒരു നാടൻ ജനിസ് തലശ്ശേരി കോഴികളാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അസീല്,
പോരുകോഴി എന്ന് പറയും. അസീൽ എന്നൊക്കെ പറഞ്ഞ കേരളത്തിന് തന്നെ ആണോ? അല്ല, കേരളത്തിന്റെ അല്ല, കേരളത്തിലെ തലശ്ശേരി മാത്രമേ ഉള്ളൂ. അസീൽ ആന്ധ്ര തമിഴ്നാട് ബെൽറ്റിലൊക്കെ ഉള്ളതാണ്. അതുപോലെ തന്നെ കരിങ്കോഴി, ഇങ്ങനെയുള്ള കോഴികളൊക്കെ നാടൻ കോഴികളുണ്ട്. പക്ഷെ ഇതിന്റെ ഉൽപാദനം എന്ന് പറയുന്നത് ഏകദേശം 80 തൊട്ട് 100 മുട്ടകളൊക്കെ ഒരു വർഷം അത്രേ കിട്ടുള്ളൂ. അതെ, തലശ്ശേരി കോഴിക്കും അത്രേ ഉള്ളൂ. തലശ്ശേരി കോഴികൾക്കും അത്രേ ഉള്ളൂ. പക്ഷെ തലശ്ശേരി കോഴികൾ തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി അതിലെ കുറെ സെലക്ഷൻ സ്റ്റഡീസ് ഒക്കെ നടത്തി ഉൽപാദനം കൂട്ടിയിട്ടുണ്ട്, ക്രോസ് ബ്രീഡിംഗ് അല്ലാത്ത രീതിയിൽ. അത്തരത്തിൽ അത് വർഷത്തിൽ ഒരു 160 മുട്ടകൾ വരെ ഉൽപ്പാദിപ്പിക്കാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു ബേർഡ് ആണെന്ന് നമ്മൾ തെളിയിച്ചിട്ടുണ്ട് സർവകലാശാല. സാർ, ഇപ്പൊ 160 ഒരു കണക്ക് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ഒരു കണക്കുണ്ടാവുമല്ലോ, ഒരു വർഷം ഒരു കോഴി ഏകദേശം ഇത്ര ഒരു മുട്ട തന്നാൽ ഇത് വ്യവസായ അല്ലെങ്കിൽ ഒരു ബാക്ക് യാർഡ് സിസ്റ്റം പ്രോഫിറ്റബിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത്, അങ്ങനെ എന്തെങ്കിലും കണക്കുണ്ടോ? ബാക്ക് യാർഡ് രീതിയിൽ പൊതുവെ മുട്ടകളെല്ലാം വർഷത്തിൽ 200 മുട്ടകളോളം ഇടുന്ന കോഴികളാണ്. അതേസമയം അത്യുൽപാദന ശേഷിയുള്ള കോഴികളുണ്ട്, 300-ൽ പരം മുട്ടകൾ ഇടുന്ന കോഴികളുണ്ട്. പക്ഷെ അതിന് നമുക്ക് ഹൈടെക് കൂട് വേണം, മുഴുവൻ സമയ സാന്ദ്രീകൃത തീറ്റ വേണം. അതാണ് ഈ BV380 പോലത്തെ ഉള്ള കോഴികൾ. അല്ലെങ്കിൽ നമ്മളെ യൂണിവേഴ്സിറ്റിയുടെ തന്നെ അതുല്യ കോഴികൾ, വൈറ്റ് ലെഗോണിന്റെ കോഴികളുണ്ട്. അപ്പൊ ഇതൊക്കെ 300-ൽ പരം മുട്ടകൾ ഇടുമെങ്കിൽ നമുക്ക് മൊത്തത്തിൽ അതിനെ സാന്ദ്രീകൃത തീറ്റയും ഹൈടെക് കേജും അത്രയും മെച്ചപ്പെട്ട പരിചരണവും നമ്മൾ ലഭ്യമാക്കണം. സാർ, ഇപ്പൊ BV380 കാര്യം പറഞ്ഞു, അതല്ലാതെ മറ്റേതൊക്കെ ഇനങ്ങളാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ബാക്ക് യാർഡിലേക്ക്? BV380 അല്ല, ഇതൊക്കെ ഉൽപാദന ശേഷി കൂടിയ ഇനങ്ങളാണ്. അത് നമുക്ക് ഹൈടെക് കൂടുകളിലേക്ക്, ബാക്ക് യാർഡുകളിലേക്ക് ഈ ക്രോസ് ആയിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഗ്രാമശ്രീ ഉണ്ട്. ഗ്രാമശ്രീ നാടനും മറ്റ് 2-3 വിദേശ ഇനം കോഴികളും കൂടെ ചേർന്നിട്ടുള്ള സങ്കരമാണ്. അത് മൾട്ടി കളർ ആയതുകൊണ്ട് തന്നെ കർഷകർക്ക് നല്ല അട്രാക്റ്റീവ് ആണത്. അതിനോടൊപ്പം തന്നെ മുട്ടയ്ക്ക് ഒരു ബ്രൗൺ നിറം ഉള്ളത് കൊണ്ടും കർഷകർക്ക് അതിന് നല്ല താല്പര്യമുണ്ട്. അതിനെ അപേക്ഷിച്ച് പിന്നെ ഗ്രാമലക്ഷ്മി എന്ന് പറഞ്ഞൊരു ഇനമുണ്ട്, ത്രിവേണി എന്ന് പറഞ്ഞൊരു ക്രോസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഒരു 3 ക്രോസ് ബ്രീഡ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്തത്. ഗ്രാമശ്രീ, ഗ്രാമപ്രിയ, ഗ്രാമലക്ഷ്മി. ഗ്രാമശ്രീ, ഗ്രാമലക്ഷ്മി, ത്രിവേണി. ഗ്രാമപ്രിയ എന്ന് പറയുന്നത് ഹൈദരാബാദിന്റെ. അല്ല, കണ്ടിട്ടുണ്ട് അങ്ങനെ കണ്ടിട്ടുണ്ട്. ആ പേരില് ഗ്രാമപ്രിയ മാത്രം ഹൈദരാബാദിന്റെ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ബ്രീഡ്സിനെ സപ്പോസ് ഇപ്പൊ എനിക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ BV380 ആയിക്കോട്ടെ, ഈ പറഞ്ഞ ബ്രീഡ്സുകളായിക്കോട്ടെ, എവിടെ ഒന്ന് വാങ്ങാനായിട്ട് കിട്ടും? BV380 ആകുമ്പോൾ നമ്മൾ പ്രൈവറ്റ് ഇൻഡസ്ട്രിയുടെ കീഴിലുള്ള സാധനമാണ്. പക്ഷെ നമ്മുടെ KVK, നമ്മുടെ അഗ്രി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കൃഷി വിജ്ഞാന കേന്ദ്രയിൽ അത് അവൈലബിൾ ആണെന്ന് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കെപ്കോ, പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷനുകളിൽ നിന്നും അത് വിതരണം ചെയ്യുന്നുണ്ട്. മറ്റ് ഗ്രാമശ്രീ പോലെയുള്ള കോഴികളെല്ലാം വെറ്റിനറി സർവകലാശാലയുടെ പൗൾട്രി ഫാമിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. മണ്ണുത്തി വരണോ വാങ്ങണമെങ്കിൽ, അല്ലെങ്കിൽ മറ്റു എവിടെയൊക്കെ? അതെ, മണ്ണുത്തിയിലുണ്ട്. പിന്നെ പാലക്കാട് ജില്ലയിലെ തിരുവിഴാങ്കുന്ന് നമുക്കൊരു ഫാമുണ്ട്, പൂക്കോടും ഉണ്ട്. വയനാട് ജില്ലയിലെ പൂക്കോടും ഉണ്ട്. ഇവിടെ ഏകദേശം എത്ര പ്രായമായിട്ടുള്ള ചിക്സിനായിരിക്കും നമുക്കെല്ലാം 1 ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളെയാ പോകുന്നത്. മിക്കവാറും വിദേശ ഇനം കോഴികളൊക്കെ ഉണ്ട്, മുട്ടക്കോഴികളായിട്ടുള്ള RIR, റോഡ് ഐലൻഡ് റെഡ്, പ്ലിമത്ത് റോക്ക്, കോർണിഷ്, ഇത്തരത്തിലുള്ള കോഴികൾ, അങ്ങനെ കളർ കോഴികൾ എന്ന് പറയും പൊതുവെ. പിന്നെ അതല്ലാതെ നമ്മുടെ ക്രോസ് ബ്രെഡുകളായിട്ടുള്ള ഗ്രാമശ്രീ ഉണ്ട്. പിന്നെ നാടൻ കോഴികളായിട്ടുള്ള കരിങ്കോഴി, അസീല്, തലശ്ശേരി, ഇതുപോലെയുള്ള പിന്നെ ഫാൻസി വെറൈറ്റി, അങ്ങനെ ഏകദേശം ഒരു 30ഓളം വെറൈറ്റീസ് നമ്മുടെ ഈ ഫാമുകളിലുണ്ട്. അതിന് പുറമെയാണ് പിന്നെ താറാവ്, കാട, ടർക്കി, ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ നമ്മളെ മണ്ണുത്തിയിൽ യൂണിവേഴ്സിറ്റിയിൽ അവൈലബിൾ ആണ്. അതെ അതെ അതെ. ഓക്കെ സാർ, ഇപ്പോൾ ബ്രൗൺ കളർ എക്സിന്റെ കഥ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ ആൾക്കാർക്ക് പൊതുവിലെ ഈ ബ്രൗൺ കളർ എക്സിനോട് ഒരു ക്രൈസ് ഉണ്ട്. നാടൻ കോഴി മുട്ട ബ്രൗൺ കളർ ആണെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പം ഇതിലെന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വെള്ള കളറുള്ള മുട്ടയും ബ്രൗൺ കളറുള്ള മുട്ടയും തമ്മിൽ എന്തെങ്കിലും ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ടോ? യെസ്, ഇത് പ്യുവർലി ജെനറ്റിക്കൽ ആണ്. ഇതിന്റെ ഈ ഷെൽ കളർ ഒരിക്കലും ക്വാളിറ്റിയെ ഡയറക്റ്റ് ആയിട്ടൊന്നും ബാധിക്കുന്നില്ല. അതായത് വെള്ള മുട്ടയാണെങ്കിലും ബ്രൗൺ മുട്ടയാണെങ്കിലും അകത്തെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരുന്നത് നമ്മൾ കൊടുക്കുന്ന തീറ്റയിൽ നിന്നും അല്ലെങ്കിൽ വളർത്തുന്ന രീതികളിൽ നിന്നുമാണ്. അപ്പം ഈ സമീകൃത തീറ്റ തന്നെ നിങ്ങളൊരു വെള്ള ലെയറിനും ബ്രൗൺ കളർ ലെയറിനും കൊടുക്കുകയാണെങ്കിൽ ഏകദേശം മുട്ട ഉൽപാദനത്തില് വ്യത്യാസമൊന്നുമില്ല, ഒരേ ക്വാളിറ്റി തന്നെ. അപ്പൊ നമ്മൾ അധിക വില കൊടുത്ത് ബ്രൗൺ കളർ എഗ് വാങ്ങുന്നതിൽ വലിയ കഥയില്ലെന്നാണോ? അല്ല, ബ്രൗൺ എഗ് നമ്മളെ വിദേശ ഇനം കോഴികൾക്കെല്ലാം മിക്കവാറും ബ്രൗൺ നിറത്തിലുള്ള മുട്ടകളാണ് ഇടുന്നത്. അവിടെ എന്തുകൊണ്ട് അതിന് കൂടുതൽ വില കൊടുക്കുന്നു? ഇത്തരത്തിലുള്ള കുറച്ചുകൂടെ വലിയ മുട്ടയാണ് അവർ ഉൽപ്പാദിപ്പിക്കുന്നത്, അത് തീറ്റ കൂടുതൽ തിന്നും. അതുകൊണ്ടാണ് അവിടെ അതിന് കൂടുതൽ വില കൊടുക്കുന്നത്. അല്ലാതെ നാടൻ എന്ന് പറയുമ്പം, തനി നാടൻ എന്ന് പറയുന്നത് മിക്കവാറും ഇളം തവിട്ട് നിറത്തിലുള്ള കോഴികൾ. നല്ല ബ്രൗൺ നിറം ഇടുന്നത് ഏകദേശം ഒരു 10% താഴെ വരുള്ളൂ. നമ്മുടെ തലശ്ശേരി ബ്രീഡ് എന്ന് പറഞ്ഞാൽ അത് ബ്രൗൺ കളർ എഗ് ആണോ? ബ്രൗൺ എന്ന് പറയാൻ പറ്റില്ല, രണ്ടും കൂടെ കലർന്ന്. ബ്രൗൺ അതിന്റെ കുറച്ചൊരു 10%ഓളം ബ്രൗൺ വരും. പിന്നെ ഒരു ബഹുഭൂരിപക്ഷവും ഇളം തവിട്ട് നിറം
ഇളം അല്ലെങ്കിൽ മോഡറേറ്റ് തവിട്ട് നിറം. പ്യുവർ ബ്രൗൺ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സാർ ഇപ്പോൾ BB380 കാര്യം പറഞ്ഞു, അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ 380 എന്ന് പറയുമ്പം 380 മുട്ട ഇടും എന്നാണോ അതോ? ഇല്ല, അങ്ങനെയില്ല. 330, 340 വരെയൊക്കെയാണ് പരമാവധി നമ്മുടെ ഹൈബ്രിഡ് ലെയർ സ്ട്രെയിൻസ് ഇടുന്നത്. കാരണം ഒരു മുട്ട ഉൽപ്പാദിപ്പിക്കാൻ തന്നെ നമ്മൾ 24 മണിക്കൂറും ചില്ലറ മിനിറ്റും വേണം. അപ്പോൾ പ്രാക്ടിക്കലി 365ന്റെ മുകളിലേക്കൊന്നും പോകാൻ യാതൊരു സാധ്യതയില്ല. ഏറ്റവും കൂടുതൽ റെക്കോർഡ് ചെയ്യപ്പെട്ടത് തന്നെ 335, 340 വരെയൊക്കെയാണ്. 340 മുട്ട കിട്ടുമോ? അത് മറ്റ് ഇൻഡിവിജ്വൽ വേരിയേഷൻസ് ആണ്. എല്ലാം ഇടണമെന്നില്ല. ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ ഒരെണ്ണം അല്ലെങ്കിൽ കുറച്ചെണ്ണം ആ രീതിയിൽ വരെ എത്തിയിട്ടുണ്ട്. ശരി ശരി സാർ, ഇപ്പം നമ്മൾ ഏതൊരു ബാക്ക് യാർഡ് ആണെങ്കിലും ഇപ്പോൾ കൊമേഴ്ഷ്യലായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ഫീഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ഈ പല സ്റ്റേജസ് ഉണ്ടാവുമല്ലോ ഇതിൻ്റെ ഗ്രോത്തിൽ. അപ്പോൾ ആ സ്റ്റേജസിൽ എങ്ങനെയാണ് ഫീഡിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? അത് എന്തൊക്കെ ഫീഡാണ് ബേസിക്കലി കൊടുക്കേണ്ടത്? നമുക്ക് കൃത്യമായിട്ട് തന്നെ ഒരു ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞ ശരിക്ക് തീറ്റയ്ക്കുണ്ട്. ഇത്ര ശതമാനം പ്രോട്ടീൻ, ഇത്ര ശതമാനം എനർജി, അതിൽ എന്തൊക്കെ വേണം എന്നുള്ളത് കൃത്യമായിട്ട് സ്റ്റാൻഡേർഡ്സ് ഉള്ളതാണ്. അപ്പം മുട്ടക്കോഴികളുടെ കേസിലാണെങ്കിൽ സാധാരണ ആദ്യത്തെ 8 ആഴ്ച പ്രായത്തിൽ ചിക്ക് സ്റ്റേജ് ആണ്, കുഞ്ഞുങ്ങളുടെ പ്രായമാണ്. അപ്പം അതിനുള്ള ചിക്ക് തീറ്റയാണ് പൊതുവെ കൊടുക്കുക. പിന്നെ അതിനുശേഷം ഗ്രോവർ തീറ്റ, വളരാൻ ആവശ്യമുള്ള അത് ഏകദേശം 9 തൊട്ട് ഒരു 20 ആഴ്ച പ്രായം വരെ. അപ്പൊ ആ സമയത്ത് നമ്മൾ അധികമായിട്ട് എനർജിയും പ്രോട്ടീനും ഒന്നും അധികം പമ്പ് ചെയ്യാൻ പാടില്ല. കാരണം റീപ്രൊഡക്റ്റീവ് സിസ്റ്റം വളരുന്ന ഒരു സമയമാണ്. അധികമായിട്ട് നമ്മളെ ഫാറ്റൊക്കെ പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പലരും കാൽസ്യം ഒക്കെ ആ സമയത്ത് കൊടുക്കും. അത് തീരെ ആവശ്യമില്ല. കാരണം റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലൊക്കെ ഈ ഫാറ്റ് അധികമായിട്ടുള്ള തീറ്റ അല്ലെ എനർജി അധികമായിട്ടുള്ള തീറ്റ വരികയാണെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് പിന്നീടുള്ള എഗ് പ്രൊഡക്ഷനെ ബാധിക്കും. അല്ലെങ്കിൽ പ്യൂബർട്ടി വളരെ നേരത്തെ ആവും, വളരെ നേരത്തെ മുട്ടയിട്ട് തുടങ്ങും. ഇപ്പൊ ചിലർ വിചാരിക്കും വളരെ നല്ലതാണെന്ന്, പക്ഷേ സൈസ് കുറഞ്ഞ മുട്ടകളായിരിക്കും. അങ്ങനെ ബേർഡിന്റെ ഹെൽത്തിന് തന്നെ നല്ലതല്ല. മുട്ട ഉൽപാദനം ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ലെയർ തീറ്റയിലോട്ട് പോകാൻ പാടുള്ളൂ. 20 ആഴ്ച കഴിഞ്ഞിട്ടല്ലേ? 20 ആഴ്ച കഴിയുമ്പോഴാണ് പൊതുവെ മുട്ടയിട്ട് തുടങ്ങുക. നമ്മളെ ഹൈബ്രിഡ് സ്ട്രെയിൻസ് ഒക്കെ ചിലപ്പോൾ ഒരു 17 ആഴ്ച കഴിഞ്ഞ് മുട്ടയിടും. സാധാരണ ക്രോസ് ബ്രെഡ് അല്ലെ മറ്റു സാധനങ്ങളൊക്കെ 20 ആഴ്ച കഴിയും. ഇത് കേജിൽ വളർത്തുമ്പോഴും ബാക്ക് യാർഡ് വളർത്തുമ്പോഴും ഏകദേശം ഇത് തന്നെയാണോ കഥ? അതെ അതെ, കേജിൽ വളർത്തുമ്പോൾ പിന്നെ കുറച്ചും കൂടെ ഇന്റൻസീവ് ആയിട്ട് നോക്കുമല്ലോ. അപ്പോൾ കുറച്ചും കൂടെ ഒരു അഡ്വാൻസ്മെന്റ് കാണുമായിരിക്കും എല്ലാത്തിലും ബാക്ക് യാർഡിനെ അപേക്ഷിച്ച്. ഓക്കെ സാർ, ഇപ്പം വേറൊരു കാര്യമുള്ളത്, നമ്മളിപ്പം ഫ്രീ റേഞ്ച് എന്ന് പറയാറുണ്ട്. ഫ്രീ റേഞ്ച് എക്സ് എന്ന് പറഞ്ഞ് പുറത്ത് വലിയ ഇതിൽ വിൽക്കാറുണ്ട്. കേജിൽ വളർത്തുന്ന ഇതുണ്ട്. അപ്പം ഇത് തമ്മിലുള്ള എക്സിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? എക്സ് മുന്നേ ചോദിച്ചു തന്നെയാണ്. ഫ്രീ റേഞ്ചിലും കേജസിലും എക്സിന്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരാറുണ്ടോ? ചെറിയ രീതിയിൽ ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട്. കാരണം നമുക്ക് ബേർഡ്സ് അതിന് സ്വന്തമായിട്ട് തീറ്റ കണ്ടറിഞ്ഞ് എടുക്കാൻ ശേഷിയുള്ളവരാണ്. അപ്പൊ അതിനറിയാം എന്ത് വേണം എന്നുള്ളത്. ആ രീതിയിൽ സ്വന്തമായി തീറ്റ തിന്നാനുള്ള എല്ലാ അവസരവും അവർക്ക് ഫ്രീ റേഞ്ചിൽ കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് ഫാറ്റി ആസിഡ് പ്രൊഫൈൽ നല്ലതായിരിക്കും. നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് നമ്മൾ അതിന്റെ യോക്കിന്റെ നിറം തന്നെ നോക്കിയാൽ മതി. കുറച്ചുകൂടെ ലൂട്ടീനും സിയാസാന്തിനും അങ്ങനെ പിഗ്മെന്റ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കുട്ടനാട് ഏരിയയിൽ ഒന്ന് പോയി നോക്കുക. അവിടെ ഈ ഫ്രീ റേഞ്ചിൽ സ്കാവൻ ചെയ്യുന്ന ഡക്സ് ഉണ്ടല്ലോ, അതിന്റെ ഒരു മുട്ട നിങ്ങൾ വാങ്ങിച്ചിട്ട് നമ്മളിവിടെ ഒരു ഫാമിൽ നിന്ന് വാങ്ങുന്ന ഒരു മുട്ടയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. അത്തരത്തില് ഫാറ്റി ആസിഡ് പ്രൊഫൈലും പിഗ്മെന്റ്സും ഒക്കെ എൻറിച്ച്ഡ് ആയിട്ടുള്ള, അതുകൊണ്ടാണ് എൻറിച്ച്ഡ് എഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പലപ്പോഴും അത് മാർക്കറ്റ് ചെയ്യുന്നത്. പക്ഷെ ബേസിക് പ്രോട്ടീൻ, എനർജി ഈ സാധനങ്ങളിലൊന്നും വലിയ വ്യത്യാസം ഉണ്ടാവില്ല. എന്തെങ്കിലും അഡീഷണൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ടോ അതിൽ നിന്ന് ആൾക്കാർ? അതെ, ഫാറ്റി ആസിഡ് പ്രൊഫൈൽ ഉള്ളപ്പം ഹാർട്ടിന് നല്ലതാണ്. അതുപോലെ തന്നെ പിഗ്മെന്റ്സ് ഉണ്ട്, ല്യൂട്ടിൻ കണ്ണിന് നല്ലതാണ്. അങ്ങനെ കുറച്ച് നമ്മുടെ ഫ്രീ റേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ബാക്ക് യാർഡ് എന്ന് പറയുന്നത് തന്നെയല്ലേ ഫ്രീ റേഞ്ച്? അതെ 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 അതെ, അത് സ്വന്തമായിട്ട് അഴിഞ്ഞ് നടന്ന് അതിനെ സ്വന്തമായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാന്നുള്ളതാണ്. ശരി. ഇത് പിന്നെ നമ്മൾ ഈ നാടൻ കോഴി വളർത്തുമ്പോൾ ഇപ്പോൾ എല്ലാവരും പറയുന്നത് നാടൻ കോഴിയുടെ മീറ്റിന് വേറൊരു റേറ്റ്, ബ്രോയിലറിന് വേറൊരു റേറ്റ്. ഇപ്പോൾ ബ്രോയിലറിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഈ മീറ്റിൻ്റെ ക്വാളിറ്റിയിൽ അങ്ങനെ ഷാർപ്പായിട്ടുള്ള വലിയൊരു ഡിഫറൻസ് ഉണ്ടാവാറുണ്ട് നാടൻ കോഴിയിലും ബ്രോയിലറിലും? ഇല്ല, എഗ്ഗിൽ പറഞ്ഞിട്ടുള്ള അതേ ക്യാരക്ടേഴ്സ് തന്നെയാണ്. കുറച്ച് ഫാറ്റി ആസിഡ് പ്രൊഫൈലൊക്കെ സ്വന്തമായിട്ട് ബാലൻസ് ചെയ്യുന്ന ബേർഡ്സിന് കിട്ടും. പക്ഷെ ബ്രോയിലറിനെ നമുക്ക് തള്ളാനും പറ്റില്ല. കാരണം വളരെ പെട്ടെന്ന് ഏറ്റവും ചെലവ് കുറഞ്ഞ മാംസ്യം ഉൽപ്പാദിപ്പിക്കുന്ന സാധനമാണ്. അതിനുവേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് ബ്രോയിലർ. അപ്പം ഒന്ന് മറ്റതിന് പകരമാവുന്നില്ല, രണ്ടിനെയും നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതേ ഉള്ളൂ. ഇത് കഴിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു അഡീഷണൽ ന്യൂട്രീഷണൽ ബെനിഫിറ്റ് അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് ഫാറ്റി ആസിഡ് പ്രൊഫൈലിൽ അങ്ങനത്തെ കുറച്ച് മെച്ചങ്ങളുണ്ട്. ശരി സാർ, ഇപ്പം നമ്മൾ വളരെ കാലങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലും മറ്റും ഓടി നടക്കുന്ന സാധനമാണ് ബ്രോയിലർ കോഴികൾ. ബ്രോയിലർ കോഴികളിലെ ആളുകൾ ആൻറ്റിബയോട്ടിക്സ് ഇഞ്ചെക്ട് ചെയ്യുന്നു,
അല്ലെങ്കിൽ ഹോർമോൺസ് ഇഞ്ചെക്ട് ചെയ്യുന്നു, ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ? ഹോർമോൺസ് ഒക്കെ കഥയില്ലാന്ന് നമ്മൾ പലപ്പോഴും എഴുതുകയും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം ഹോർമോൺ എന്ന് പറയുമ്പോൾ സ്റ്റിറോയിഡ് ഹോർമോൺസും പ്രോട്ടീൻ ഹോർമോൺസും അങ്ങനെ 2 തരത്തിലുണ്ട്. അപ്പോൾ ഇത് കൊടുക്കണമെങ്കിൽ നമ്മൾ ഡെയിലി പോയി ഇഞ്ചെക്ട് ചെയ്യാൻ ഒക്കെ പറ്റുന്ന കേസല്ലല്ലോ. ഇത്രയും ഒരു ഫാമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 കോഴികളുണ്ടാവും. അപ്പോൾ എല്ലാ ദിവസവും പിടിച്ച് ഇഞ്ചെക്ട് ചെയ്യാന്നുള്ളത് പറ്റില്ല. ഇനി തീറ്റയിലൂടെ കൊടുക്കുന്ന ഹോർമോൺ ആണെന്ന് കരുതുക, അപ്പൊ അത് തന്നെ വളരെ നമ്മുടെ ദഹനേന്ദ്രിയ ഇതിലൂടെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകും. പിന്നെ വളരെ കോമൺ സെൻസ് ആയിട്ട് ചിന്തിച്ചാൽ മതി. ഹോർമോൺ തെറാപ്പിക്കൊക്കെ പോകുമ്പോൾ നമുക്ക് അതിന്റെ വിലയൊക്കെ അറിയാലോ. ഇപ്പൊ ഇത്രയും വിലയുള്ള സാധനം ഇത്രയും ലെസ് മാർജിനിൽ ഇപ്പൊ ഇന്റഗ്രേഷനോടെ വന്നതുകൊണ്ട് വളരെ ചീപ്പായിട്ട് അഫോർഡബിൾ ആയിട്ടുള്ള നമുക്ക് മീറ്റ് കിട്ടുന്നു. അപ്പൊ അതിൽ ഈ ഹോർമോൺ ഒക്കെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കെട്ടുകഥയാണല്ലോ ശരിക്കും. ശരി 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 സാർ, BV380 ഫാമുകളിൽ പോയപ്പം ബേസിക്കലി കണ്ടിട്ടുള്ളതാണ് ഈ കോഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തി പറിക്കുന്ന കണ്ടിട്ടുണ്ട്, ശരിക്കും അങ്ങോട്ടും കൊത്തി നശിപ്പിച്ച് കളയുന്ന കണ്ടിട്ടുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് ആക്ച്വലി എന്തുകൊണ്ട് സംഭവിക്കുന്നത്? പിന്നെ ബേസിക് ആയിട്ട് അതിന്റെ തറ സ്ഥലം, അതായത് നിൽക്കാനുള്ള ഒരു സ്ഥലം നമ്മൾ പറയില്ല. അപ്പൊ ഇന്റൻസീവ് ആയിട്ട് ഒരുമിച്ച് കൂട്ടിയിട്ട് വളർത്തുമ്പോൾ അതില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസി, ഇപ്പൊ ഫൈബർ കുറയുന്നു, അല്ലെങ്കിൽ തീറ്റയിൽ സോൾട്ട് കുറയുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രെസ്, ഒരുപാട് വെളിച്ചം അല്ലെങ്കിൽ വെളിച്ചക്കുറവ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്ട്രെസ്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ അതൊരു ചില ഒരു ബ്രീഡിന് ഒരു പ്രത്യേകതയായിട്ട് ഇത് കാണാം. ഇതൊക്കെ ഒരു വൈസസ് എന്ന് പറയാം. അതായത് കുട്ടികളിലെ ചില ദുശീലം പോലെ ഒരു ദുശീലമായിട്ട് അത് ഡെവലപ്പ് ചെയ്യും. പിന്നെ അത് മാറ്റിയെടുക്കാൻ വളരെ പാടായിരിക്കും. അപ്പൊ അതിനെ ഈ പറഞ്ഞ പോലെ ന്യൂട്രീഷണൽ മാനിപ്പുലേഷൻ എന്തെങ്കിലും ചെയ്യുക. ഡെഫിഷ്യൻസി പറഞ്ഞ പോലെ കാൽഷ്യം ഇതിന്റെയൊക്കെ ഡെഫിഷ്യൻസി ആണെങ്കിൽ അത് നമ്മൾ അഡ്രസ് ചെയ്യണം. സോൾട്ടിന്റെ ആണെങ്കിൽ അത് നോക്കണം. ഫൈബറിനാണെങ്കിൽ നമുക്ക് കുറെ പുല്ല് അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ വെജിറ്റബിൾ വേസ്റ്റ് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇതൊന്നും മാറിയില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ബീക്ക് ട്രിമ്മിങ് എന്ന് പറഞ്ഞിട്ട് കൂർത്ത ഭാഗം ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കേണ്ട രീതിയിലേക്ക് നമ്മൾ പോകും. ഓക്കെ, അപ്പൊ അത് പ്രോപ്പറായിട്ട് എന്താണെന്ന് അനലൈസ് ചെയ്തിട്ട് അതിനനുസരിച്ച് ഈ പറഞ്ഞ ഏതെങ്കിലും ഒക്കെ ഒരു ഫാക്ടർ ആയിരിക്കും. സാർ, ഇപ്പം നമ്മൾ മുട്ടയുടെയും ഇറച്ചിയുടെയും ഒക്കെ കാര്യം പറഞ്ഞു വരികയായിരുന്നു. അപ്പം ഈ അടുത്ത കാലത്തായിട്ട് പൊങ്ങി വരുന്ന ഒരു ഐറ്റമാണ് ഈ എഗ്ഗ്, വെജിറ്റേറിയൻ എഗ്ഗ്, നോൺ വെജിറ്റേറിയൻ എഗ്ഗും. വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് എഗ്ഗ് കഴിക്കാം ഇനി എന്നൊക്കെ പറയുന്നു. അതെന്താണ് അതിൻ്റെ സംഭവം? ആക്ച്വലി വെജ് എഗ് എന്നുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കോഴി മുട്ടയിടുക എന്നുള്ളത് അതിൻ്റെ ഒരു സ്വാഭാവിക പ്രോസസ്സാണ്. അതിന് പൂവൻ്റെ ആവശ്യമില്ല. അപ്പം അങ്ങനെ പൂവനെ ഇണചേർക്കാത്ത മുട്ടകൾ വെജിറ്റേറിയൻ മുട്ടകളായിട്ടാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇണചേരുന്ന മുട്ടകൾ അല്ലെങ്കിൽ ബ്രീഡിങ്ങിന് ഉപയോഗിക്കുന്ന എംബ്രിയോ വളരുന്ന മുട്ടകൾക്കാണ് നമ്മൾ നോൺ വെജ് എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് സാധാരണ കടകളിൽ നിന്ന് കിട്ടുന്നതെല്ലാം ഈ പറഞ്ഞ പോലെ കേജ് രീതിയിൽ വളർത്തുന്നതും എണ്ണ ചേർക്കാത്തതും ആയതുകൊണ്ട് അത് ദാറ്റ് ഈസ് കോൾഡ് ആസ് ടേബിൾ എഗ്. അപ്പോൾ ആ ടേബിൾ എഗ് വെജിറ്റേറിയൻ ആണെന്നുള്ള, അപ്പോൾ പാലൊരു ബൈ പ്രോഡക്റ്റ് ആണല്ലോ. അപ്പോൾ പാല് കുടിക്കുന്ന ആൾക്കും മുട്ടയും കഴിക്കാം, അത്തരത്തിലുള്ള വെജിറ്റേറിയൻ മുട്ട കഴിക്കാം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. വെജിറ്റേറിയൻ തന്നെ പറയാൻ പറ്റുമോ നമുക്ക്? പാല് വെജിറ്റേറിയൻ ആണെന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള മുട്ട വെജിറ്റേറിയൻ ആണെന്ന് പറയാം. സമ്മതിക്കേണ്ട വരും. അത് വളരെ ഒരു ഡിബേറ്റ്ഫുൾ ആണ്. അപ്പൊ അതാണ് എന്റെ ഉത്തരം. നിങ്ങൾ പാല് സമ്മതിക്കുന്നുണ്ടെങ്കിൽ മുട്ടയും സമ്മതിക്കണം. പാല് സമ്മതിക്കണം. പ്രത്യേകിച്ച് നമുക്ക് പ്രോട്ടീൻ പൊതുവിൽ കാർബ്സ് കൂടുതൽ ആയിട്ട് കഴിക്കുന്നവർക്ക് പ്രോട്ടീൻ സോഴ്സ് വേണമല്ലോ. അതെ, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള എസ്പെഷ്യലി ലേഡീസിനും ഒക്കെ ഈ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീനിൽ നമ്മൾ പലപ്പോഴും ആ പ്രോട്ടീൻ കംപ്ലീറ്റ് ആയിട്ട് ബയോ അവൈലബിൾ ആവില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ ബയോ അവൈലബിൾ ആവുന്നത് ഈ മുട്ടയിലാണ്. ഏകദേശം 94-95% അതിലെ പ്രോട്ടീൻ നമുക്ക് ബയോ അവൈലബിൾ ആവും. അപ്പൊ പ്ലാന്റ് ബേസ്ഡിൽ പലതും ഈ പറഞ്ഞ പോലെ അവൈലബിൾ ആവാത്ത പ്രശ്നമുള്ളത് കൊണ്ട് നമ്മൾ കുറെ കൂടെ ആനിമൽ പ്രോട്ടീൻസിലേക്ക് പോകണമെന്ന് പറയുന്നത്. അപ്പൊ അത് വെജിറ്റേറിയൻകാർക്ക് ഈ ആനിമൽ പ്രോട്ടീൻസ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അവർക്ക് അറ്റ്ലീസ്റ്റ് മുട്ടയെങ്കിലും അവർക്ക് ട്രൈ ചെയ്യണം എന്നാണ് പറയുന്നത്. സാറ് മണ്ണുത്തി ഫാമില് ഹെഡാണല്ലോ, പൗൾട്രി ഫാമിൻ്റെ. അപ്പോൾ അവിടെ ഫാമിലെ ബേസിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? ഫാമിലെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ നമ്മുടെ തൊഴിലാളികൾ വരും. അപ്പോൾ അതിൻ്റെ കൂടുകളിൽ നിന്ന് മുട്ട പറക്കുക, അതിൻ്റെ തീറ്റ ഇടുക, അതിൻ്റെ വെള്ളം കൊടുക്കുക, അതിനുശേഷം ക്ലീനിങ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ ആ കളക്ട് ചെയ്തിട്ടുള്ള മുട്ട തുടച്ച് നമ്മളെ സെറ്ററിലേക്ക് കൊണ്ടുപോവുക, വിരിയിക്കാനായിട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഇത്തരത്തിലുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ആക്ടിവിറ്റി. പിന്നെ ബാക്കി സമയത്ത് അവരുടെ ക്ലീനിങ്ങും അങ്ങനെയുള്ള മറ്റ് ആക്ടിവിറ്റീസ്. നമ്മൾ കോഴികൾ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്ന, ബാക്കി ബേർഡ്സ് ഉണ്ടോ അവിടെ? നമ്മുടെ പൗൾട്രി ഫാമിൽ മെയിനായിട്ട് കോഴി, താറാവ്, കാട, ടർക്കി, ഗിനിക്കോഴി ഇങ്ങനത്തെ സാധനങ്ങളാണ്. നമ്മൾ പല ബേർഡ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റിൽ നമുക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ ബേർഡ്സ് ആണുള്ളത്? നമുക്ക് മെയിനായിട്ട് കോഴി തന്നെയാണ്, ബാക്കിയൊക്കെ ഒരു ഫാൻസി പർപ്പസ്. അതുപോലെ തന്നെ കാട നമുക്ക് വളർത്താം. അപ്പൊ ഇതൊക്കെയാണ് ബാക്ക്യാർഡ് രീതിയിൽ. പിന്നെ താറാവിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. പക്ഷെ താറാവൊക്കെ വളരെ കൂടിയ ഒരു നമ്പറിലൊക്കെയാണ് പൊതുവെ ഫാമിംഗ് രീതിയിൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ കുറച്ച് പേര് ഇൻട്രസ്റ്റിന്റെ പുറത്ത് ചെയ്യുന്നവരുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ താറാവിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട്
നമ്മുടെ നാട്ടിൽ വളർത്താൻ പറ്റിയിട്ടുള്ള നല്ല താറാവ് ഇനങ്ങൾ ഏതൊക്കെയാണ്? നമുക്ക് ഏറ്റവും അനുയോജ്യം കുട്ടനാടൻ താറാവ് എന്ന് പറഞ്ഞാണ് നമ്മുടെ സ്വന്തം ജനുസാണ് കുട്ടനാടൻ താറാവ്. അപ്പൊ ചാരാ ചെമ്പല്ലി നമ്മുടെ സ്വന്തം ജനുസ് എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഉത്ഭവിച്ച ഇനമാണോ? അതെ അതെ, ആലപ്പുഴയല്ല. പക്ഷെ നമുക്കൊരു അംഗീകാരം കിട്ടാനുണ്ട്. എന്റെ ബ്രീഡ് രജിസ്ട്രേഷൻ നടപടികളൊക്കെ നടക്കുന്നേ ഉള്ളൂ. അധികം വൈകാതെ അത് ശരിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതാണ് കുട്ടനാടൻ ചാരാ ചെമ്പല്ലി എന്ന് പറഞ്ഞ 2 വെറൈറ്റി ഉണ്ട്. വർഷത്തിൽ 200ഓളം മുട്ടകൾ കിട്ടും. നമ്മുടെ കാലാവസ്ഥയ്ക്കൊക്കെ ഏറ്റവും അനുയോജ്യമാണ്. മീറ്റിന് നല്ലതാണോ? ഇറച്ചിക്കും മുട്ടയ്ക്കും ഉള്ള ദ്വിമുഖ സ്വഭാവം ഉള്ളതാണ്. ആലപ്പുഴയിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. ഈ താറാവിന്റെ കാര്യത്തിൽ എപ്പോഴും വന്നിട്ടുള്ള ഒരു സംശയമാണ് സാർ. അതായത് ഇപ്പൊ താറാവ് വളർത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം മസ്റ്റാണ്. വെള്ളമില്ലാതെ താറാവിനെ റൈസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ലേ? താറാവുകൾക്ക് കുടിക്കാനും അതിന്റെ കണ്ണ് കഴുകാനുമാണ് ബേസിക്കലായിട്ട് വേണ്ടത്. പക്ഷെ ഒരു ജലജീവികളാണ്, അതിന്റെ നമ്മുടെ കാല് കണ്ടാൽ തന്നെ അറിയാം. എന്നിരുന്നാലും അല്ലാതെ കേജികളിലും താറാവ് വളർത്തുന്നവരുണ്ട്. അപ്പം ബേസിക് ആയിട്ട് അതിന് നിർബന്ധം കുടിക്കാനും കണ്ണ് കഴുകാനുമാണ്. കണ്ണിന് ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള വാട്ടർ അവർ തല ഇങ്ങനെ ഊളിയിട്ട് കണ്ണ് കഴുകുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഓക്കെ. ഈ താറാവിന്റെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത് ഫിഷ് ആണോ മെയിൻ ആയിട്ട്? സത്യത്തിൽ ഫിഷും അത് സ്കാവൻ ചെയ്തിട്ടെല്ലാം കഴിക്കും. മണ്ണിരയും മറ്റെന്താണ് സ്നെയിൽസും അങ്ങനെ എല്ലാ സാധനങ്ങളും, മറ്റേ വീണ് കിടക്കുന്ന കതിരുകള്. അപ്പൊ എപ്പോഴും ഈ വിള കഴിഞ്ഞിട്ട് പൊതുവെ പാടത്തേക്ക് ഈ താറാവിനെ ഇറക്കി വിടും. അപ്പൊ അത് താറാവിനും മെച്ചമാണ്. അതുപോലെ കണ്ടം ഉഴുത് മറിക്കുന്ന ഒരു ഗുണം കർഷകനും കിട്ടും. അപ്പൊ ഏറ്റവും ഈ ഡക്ക് പാഡി ഇന്റഗ്രേഷൻ എന്നുള്ള രീതിയിൽ വളരെ നന്നായിട്ട് ചെയ്യുന്ന സമ്മിശ്ര കൃഷിയുടെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഈ ഡക്ക് പാഡി ഇന്റഗ്രേഷൻ. ഇപ്പോൾ കുറച്ചും കൂടെ ഇപ്പം കുട്ടനാട്ടിലോ അല്ലെങ്കിൽ ഇവിടുത്തെ കോൾ ലാൻഡ്സിലോ വെള്ളം അവൈലബിൾ ഉള്ള ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഫാമേഴ്സിന് ഒരു അധിക വരുമാനം എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ഡക്കിനെ റൈസ് ചെയ്ത് കൊണ്ടുവരാം. അതെ, അങ്ങനെയാണ് വലിയ രീതിയിലൊക്കെ ഈ ഡക്ക് വളർത്തൽ കേരളത്തിൽ നടക്കുന്നത്. അപ്പൊ പൊതുവെ ആലപ്പുഴയിൽ നിന്ന് ഉള്ള ഈ താറാവുകളാണെങ്കിലും അതൊരു നൊമാഡിക് രീതിയിൽ ഇപ്പോഴത്തെ ഇപ്പം ഏകദേശം സെപ്റ്റംബർ ഒക്ടോബർ മാസമാണ്. ഈ സമയത്ത് അത് എത്തിയിരിക്കുന്ന പാലക്കാട് ജില്ലകളിലാണ്. അപ്പോൾ പാലക്കാടുള്ള പ്രദേശത്താണ് ഇപ്പൊ എത്തുന്നത്. അതിങ്ങനെ ഓരോ കൃഷി കഴിയുന്നതിനനുസരിച്ച് തൃശ്ശൂർ, കോൾപ്പാടം അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് ഈ താറാവ് കർഷകരെ സംബന്ധിച്ച്. അപ്പൊ അവരിങ്ങനെ എല്ലാ ജില്ലകളിലും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും സമയത്തിനനുസരിച്ച്. അങ്ങനെ മൈസൂർ വരെ പോകുന്നവരുണ്ട്. പിന്നെ നമ്മുടെ ഈ പാലക്കാട് തന്നെ ഇപ്പം തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും വരുന്ന കർഷകര് പാലക്കാട് മിക്കവാറും എല്ലാ പാടങ്ങളിലും ഇപ്പം നമ്മുടെ താറാവിനെ കാണാം. പാലക്കാട് സീസൺ ആണ് ഇപ്പൊ. ശരി, അത് ഇറച്ചിക്കുള്ള താറാവാണോ മുട്ടയ്ക്കുള്ള താറാവാണോ? അല്ല, മുട്ടയ്ക്കും ഇറച്ചിക്കും ഉള്ള ഈ കുട്ടനാടൻ താറാവുകളാണ് മെയിൻ ആയിട്ട്. ഇങ്ങനെ സീസൺ മാറുന്നതിനനുസരിച്ച് പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ. താറാവിന്റെ ഇനങ്ങളിൽ ഇറച്ചി താറാവ് ഉണ്ടല്ലോ. അപ്പൊ ഇറച്ചിക്ക് ഉപയോഗിക്കുന്ന മെയിൻ താറാവ് ബ്രീഡ്സ് ഏതൊക്കെയാണ്? ഇറച്ചിക്കായിട്ട് മെയിൻ ആയിട്ട് വൈറ്റ് പെക്കിൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രീഡാണ്. അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഹൈബ്രിഡ് ആണ് വിഗോവ സൂപ്പർ എന്ന് പറഞ്ഞ താറാവുകളാണ് പൊതുവെ ഇറച്ചിക്ക് വേണ്ടിയിട്ട് ഉള്ളത്. അത് ഏകദേശം 6-7 ആഴ്ച കൊണ്ട് തന്നെ 2 കിലോഗ്രാം തൂക്കം എത്തുന്ന രീതിയിലുള്ള താറാവുകളാണ്. ഇത് കേജില് വളർത്താൻ പറ്റുന്ന താറാവാണ് ഈ പറഞ്ഞ പർട്ടിക്കുലർ വിഗോവ? അതോ ഈ പറഞ്ഞാൽ ഇതിനും വെള്ളം റിക്വയർമെന്റ് ഉണ്ടോ? പൊതുവെ ഇറച്ചി താറാവുകളെ നമ്മള് അല്ലെങ്കിൽ ഇറച്ചി കോഴികളെ നമ്മള് കേജിലിട്ട് വളർത്താറില്ല. കാരണം അത് അതിന്റെ നെഞ്ച് ഭാഗമൊക്കെ കേജില് ഒരയുന്നത് കൊണ്ട് തന്നെ മീറ്റ് ക്വാളിറ്റിനെ എഫക്ട് ചെയ്യും. അപ്പൊ അത്തരത്തിൽ അല്ല, ഇത് പുറമേട്ട് തന്നെയാണ് വളർത്തുന്നത്. ഒരു സ്പേസിനുള്ളിലിട്ട് വളർത്തുന്നു. അതെ അതെ. കേജിലെ ബ്രീഡർ താറാവുകളിൽ ഇപ്പൊ കേജിലും വളർത്തുന്നവരുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഒക്കെ നടത്തി മുട്ടയെടുത്ത് വിരിയിക്കുന്നതൊക്കെ ഉണ്ട്. നേരത്തെ ചോദിച്ചു വെള്ളം മസ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതല്ലാത്ത രീതിയിലും വളർത്താൻ ഒന്ന് തെളിയിച്ചിട്ടുണ്ട്. വെള്ളത്തിന് അസോസിയേറ്റ് ചെയ്ത് വളർത്തുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്, ലാഭകരം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാഡി ഫീൽഡിലൊക്കെ അഴിച്ചു വിട്ട് വളർത്തി കഴിഞ്ഞാൽ തീറ്റ റിക്വയർമെന്റ് വളരെ കുറവാണ്. നമ്മൾ കേജിലിട്ട് വളർത്തുമ്പോൾ മുഴുവൻ സമയം സാന്ത്വീകൃത തീറ്റ കൊടുക്കണമല്ലോ. അപ്പം ആ ഒരു നമ്മുടെ കിട്ടുന്ന വരുമാനത്തിന്റെ അളവ് കുറയും. ഓക്കെ സാർ, ഈ പറഞ്ഞ പോലെ ഇങ്ങനെ താറാവിനെ ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു പറയുന്നത് അതൊരു വളരെ പുതിയൊരു അറിവാണ്. അത് കൾച്ചറൽ നമ്മുടെ ഒരു കൾച്ചറുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ടതാണ്. പണ്ട് ആലപ്പുഴയിലെ കർഷകർ ഇങ്ങനെ പോയി ഇങ്ങനെ മൈസൂർ വരെ പോയി. അതിനൊരു ശരിക്കൊരു ഫ്ലോ ചാർട്ട് തന്നെ ഉണ്ട്. ഇങ്ങനെ ആ യാത്രകൾ ഇങ്ങനെ വർഷം തോറും അവർ നടത്തുന്ന യാത്രകൾ. ഇപ്പം നമ്മൾ മുന്നേ കോഴിമുട്ടയുടെ കാര്യം പറഞ്ഞു. ഇപ്പോൾ താറാവിൻ്റെ മുട്ട ഇപ്പോൾ മെഡിസിനലി പറയുന്നു താറാവിൻ്റെ മുട്ടയാണ് കുറച്ചും കൂടെ നല്ലത്, ആരോഗ്യത്തിന് നല്ല താറാവ് മുട്ട കഴിക്കണോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരു കൂട്ടം എനിക്ക് തോന്നുന്നു ഈ ആയുർവേദ ഡോക്ടർമാരൊക്കെ അങ്ങനെ പറയും. എനിക്ക് തോന്നുന്നു അത് പൈൽസിന് നല്ലതാണെന്നൊക്കെ അവർ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഫ്രീ റേഞ്ചിങ് രീതിയിൽ പോകുമ്പോൾ തന്നെ ഫാറ്റി ആസിഡ് പ്രൊഫൈൽ ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ അതിനൊരു മറ്റേ പൈൽസിൻ്റെ ഒക്കെ
ഇത് കുറയ്ക്കാനുള്ളൊരു ഇതുണ്ടാവും. അല്ലാതെ സയന്റിഫിക് എവിഡൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും ആ ഫ്രീ റേഞ്ച് പോയതിന്റെ ഗുണങ്ങളായിരിക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് സയന്റിഫിക് സ്റ്റഡി ഒന്നുമില്ല, സയന്റിഫിക് ആയിട്ട് പറയാൻ പറ്റില്ല. പിന്നെ ചിലർ പറയും കോഴിയുടെ മുട്ട ഉപയോഗിക്കരുത്, ചൂടാണ്. അതിൽ വലിയ അർത്ഥങ്ങളൊന്നുമില്ല. പ്രോട്ടീനും എനർജിയും ഇപ്പൊ താറാമുട്ടയിലാണ് കൂടുതൽ പ്രോട്ടീനും എനർജിയും ഉള്ളത്. എന്നിരുന്നാലും അതിന്റെ ഈ സ്കാവെഞ്ച് ചെയ്യുന്നതിന്റെ പ്രോപ്പർട്ടീസ് കൂടുതൽ താറാവിന് കിട്ടുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത്. മുട്ടയുടെ ക്വാളിറ്റിയിലും വ്യത്യാസം ഉണ്ടാവും. അതെ അതെ സാർ, ഇപ്പം നമ്മൾ ഈ മുട്ടക്കോഴികളുടെ കാര്യം അല്ല താറാവിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ചിക്സിനെ നമ്മുടെ യൂണിവേഴ്സിറ്റി തരുന്നുണ്ടെന്ന് പറഞ്ഞു. 1 day old ചിക്സ് ആണ് കൊടുക്കുന്നത്. അല്ല മറ്റ് ഹാച്ചറികളിലാണെങ്കിൽ കുറച്ചും കൂടെ ഏജ് ഉള്ള ചിക്സിനായിരിക്കും കൊടുക്കുന്നത്. അവരവിടെ ഇനിഷ്യലി ഉള്ള വാക്സിൻസ് അതിനെടുത്തിട്ടുണ്ടാവും. വൺസ് ഒരു കർഷകൻ ഇത് വാങ്ങി അവരുടെ വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അതിന് വാക്സിൻസ് എന്തെങ്കിലും എടുക്കേണ്ടതായിട്ടുണ്ടോ? നമ്മുടെ സാധാരണ എഗർ നഴ്സറി വഴിയൊക്കെ കിട്ടുന്ന നമ്മുടെ പഞ്ചായത്ത് സ്കീമിലൊക്കെ കിട്ടുന്ന കോഴികൾ ഏകദേശം 45 ദിവസമൊക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ അതിന് കൃത്യമായിട്ട് 8ാമത്തെ ആഴ്ച വരെയുള്ള കുത്തിവെപ്പുകളൊക്കെ കൊടുത്തിട്ടായിരിക്കും കിട്ടുന്നത്. അതിനുശേഷം നമുക്ക് 6 മാസം കൂടുമ്പം കോഴി വസന്തയുടെ കുത്തിവെപ്പ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. ഇത് എവിടെ പോയി എടുക്കാൻ പറ്റും? അത് മൃഗസംരക്ഷണ വകുപ്പ് തന്നെ അസ്കാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയൊക്കെ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ കുറച്ചധികം ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു ആ സ്കില്ലൊന്ന് ഡെവലപ്പ് ചെയ്താൽ മതി. ചിറകിൻ്റെ അടിയിൽ കുത്തുന്ന രീതിയിലേക്ക് നമുക്ക് തന്നെ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ലെസോട്ട തുള്ളിമരുന്നുകൾ അവൈലബിൾ ആവും. അപ്പോൾ ആ ലെസോട്ട തുള്ളിമരുന്ന് നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് കണ്ണിലോ മൂക്കിലോ ഓരോ തുള്ളി ഉറ്റിച്ചാലും മതി. ഓക്കെ, ഇതിപ്പോൾ സാർ ഇതിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പം രോഗങ്ങൾ എത്ര കോമൺ ആണോ കോഴികളിൽ? കോഴികളിൽ മിക്കവാറും ഈ വൈറൽ അസുഖങ്ങളിലാണ് നമ്മൾ വാക്സിനേറ്റ് ചെയ്യുന്നത്. വൈറൽ അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ മാരക്സ് രോഗം, അത് നമ്മുടെ മനുഷ്യന്മാരിലൊരു ക്യാൻസർ അതുപോലെയുള്ള നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഈ ഉള്ളിൽ ഓർഗൻസിൽ ട്യൂമർ വരുന്ന രോഗമാണ്. അപ്പോൾ അതിനുള്ള വാക്സിനേഷൻ നമ്മൾ ഹാച്ചറിയിൽ വെച്ച് തന്നെ കൊടുക്കും. പിന്നെ കോഴി വസന്ത, അത് ഏത് പ്രായത്തിലും ലോകത്ത് എല്ലായിടത്തും ഉള്ളൊരു അസുഖമാണ്. അതിന് കൃത്യമായിട്ട് നമ്മൾ കോഴി വസന്തയ്ക്കെതിരെ വാക്സിൻ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പിന്നെ IBD, പിന്നെ കോഴി വസൂരി, അങ്ങനെ 3-4 കോളറ അതുപോലെയുള്ള 3-4 രോഗങ്ങൾക്ക് കൃത്യമായി വാക്സിനേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ സ്ഥിരം ന്യൂസുകളിൽ കാണുന്ന ഒരു സാധനമാണ് പക്ഷിപ്പനി വന്നു, ഒരു ബാച്ച് ബേർഡ്സിനെ മുഴുവൻ ഡിസ്ട്രോയ് ചെയ്തു. അങ്ങനെ ഒരു പ്രോട്ടോകോൾ പാലിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു ഫുൾ ബാച്ചിനെയൊക്കെ ഡിസ്ട്രോയ് ചെയ്യേണ്ട കാര്യമുണ്ടോ? അത് ലോകാരോഗ്യ സംഘടനയും ലോക മൃഗാരോഗ്യ സംഘടനയൊക്കെ പറയുന്നൊരു പ്രോട്ടോകോളാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പക്ഷിപ്പനി നേരിട്ട് മനുഷ്യർക്ക് പകരുന്നു എന്നുള്ള രോഗമായതുകൊണ്ടല്ല. പക്ഷെ നാളെ അത് മനുഷ്യരിലേക്ക് പകർന്നിട്ടായിട്ടുള്ള എവിഡൻസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷെ അത് സ്ഥിരമായിട്ട് അതുമായിട്ട് സഹവസിക്കുന്നവർക്ക്. പക്ഷെ നാളെ അത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരു മഹാവ്യാധിയായിട്ട് മ്യൂട്ടേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഏകദേശം 70% കൂടുതലൊക്കെ ആയിരിക്കും മരണനിരക്ക്. അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കാൻ, ആ മ്യൂട്ടേഷൻ സംഭവിക്കാതിരിക്കാനാണ് പ്രിവെൻഷൻ ആയിട്ട് അത് ആ ഏരിയയിൽ തന്നെ. ഏകദേശം എത്ര ഒരു എണ്ണം ഉണ്ടാവില്ല, ഇത്ര പക്ഷികളിൽ വന്നാലേ ഉള്ളൂ ഇതിലേക്ക് പോകുള്ളൂ, അങ്ങനെ എന്തെങ്കിലും കണക്കുണ്ടോ? അല്ല, ആ ഒരു പക്ഷിപ്പനി സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ആ 1 കിലോമീറ്റർ ചുറ്റളവിലെ ബേർഡ്സിനെയാണ് നശിപ്പിക്കുന്നത്. പിന്നെ 10 കിലോമീറ്റർ ചുറ്റളവ് സർവൈലൻസ് സോണൊക്കെ ആയിട്ട് നമ്മൾ അവിടെ തന്നെ കർട്ടൈൽ ചെയ്യാന്നുള്ള രീതിക്കാണ് അത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ സാർ, ഇനി ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളൊരു ഡൗട്ടാണ്, അത് ചോദിച്ച് നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. പൊതുവിൽ വളരെ കാലങ്ങളായിട്ട് ഡിബേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്, അതായത് കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായെന്നുള്ള സാറിൻ്റെ ഒപ്പീനിയൻ എന്താണ്? ഇത് പണ്ട് കാലത്തെ എല്ലാവരും ഉത്തരം മുട്ടിക്കാനായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇപ്പം എന്നെയും മുട്ടിക്കാന്ന് വെച്ചിട്ട് ചോദിക്കുകയായിരിക്കും. പക്ഷെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫൈൻഡിങ് വന്നെന്നാണ് പറയുന്നത്. കോഴി തന്നെയാണ് ആദ്യം ഉണ്ടായത്, കോഴി ഇല്ലെങ്കിൽ മുട്ട ഉൽപ്പാദിപ്പിക്കാൻ പറ്റുണ്ടായില്ല എന്നുള്ള ഫൈൻഡിങ് വന്നു കഴിഞ്ഞു. പുതിയ എന്തെങ്കിലും ബ്രീഡ്സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഇപ്പം ഡെവലപ്മെൻറ്റിലുണ്ടോ ഇതിൽ? നമ്മുടെ ഒരു ത്രിവേണി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രീഡ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടനാടൻ താറാവുകളിൽ നിന്ന് ഒരു മീറ്റ് ലൈൻ സർവകലാശാല ഡെവലപ്പ് ചെയ്തത്, അതാണ് ചൈത്ര എന്ന് പറഞ്ഞിട്ടുള്ള താറാവ്. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ ഇനങ്ങൾ അതൊക്കെയാണ്. സാർ, അപ്പം നമുക്ക് വേണ്ടി ഇത്രയും സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതിന് താങ്ക് യു സാർ. താങ്ക് യു.